രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമാണ് നാളെ 28-ാം തീയതി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദ് ആണ്. നമസ്കാരം. നമസ്കാരം. അതെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 2 കേസുകളിൽ നാളെ ജാമ്യത്തിനായി പരിഗണിക്കുകയാണ്. ഹൈക്കോടതിയിലും സെഷൻസ് കോടതിയിലും പരിഗണിക്കുകയാണ്. അപ്പോൾ നാളെ രാഹുലിന് ജാമ്യം ലഭിക്കുമോ? അതെ, നാളെയെങ്കിലും ഇറങ്ങുമോ ചെറുക്കൻ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ മേഘയോട് പറഞ്ഞതാണ്, നമ്മളെ ഈ വാർത്തകളൊക്കെ കാണുന്ന സുഹൃത്തുക്കളും അമ്മമാരും ചേച്ചിമാരും അങ്ങനെ രാഹുലിന്റെ ആരാധക വൃന്ദമൊക്കെ ചോദിക്കുന്നത്, അന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് 24-ാം തീയതി ശനിയാഴ്ച രാഹുൽ ജയിൽ മോചിതനാകുമോ, ആദ്യത്തെ റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ ജയിൽ മോചിതനാകുമോ എന്നായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഇത്തരം സെൻസിറ്റീവായ കേസുകളിൽ ചിലപ്പോ അത് ജില്ലാ കോടതിയാകട്ടെ ഹൈക്കോടതിയാകട്ടെ അത്തരം കോടതികളിലേക്ക് കേസ് വരുമ്പോൾ അവർ ചിലപ്പോൾ വിധി പറയാൻ അല്ലെങ്കിൽ വിധി എഴുതാൻ തന്നെ സമയമെടുക്കും. കാരണം ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ വിധി പ്രസ്താവം തന്നെ വളരെ പ്രധാനമാണ്. അതൊരു റെഫറൻസ് ആയിട്ട് ചിലപ്പോൾ മാധ്യമങ്ങൾ മാത്രമല്ല നിയമ വിദ്യാർത്ഥികൾ അതെടുത്ത് പഠിക്കുന്നുണ്ടാകും. അങ്ങനെ അത് ഒരു പലപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടാകുന്ന, അത് പിന്നെയും പിന്നെയും ചർച്ച ചെയ്യപ്പെടുന്ന വിധി പ്രസ്താവങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വിധി പ്രതീക്ഷിച്ചുവെങ്കിലും വിധി പറയുമെന്ന് കോടതി അതിന് തൊട്ടുമുമ്പുള്ള ദിവസം കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞിരുന്നില്ല. പോസ്റ്റഡ് ടു ഫർദർ ഹിയറിംഗ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഏതായാലും 24-ാം തീയതി ഇനി വിധി പറയാൻ 28-ാം തീയതിയിലേക്ക് മാറ്റുന്നു കോടതി പറഞ്ഞു. കോടതിയുടെ വിവേചനാധികാരമാണല്ലോ വിധി എപ്പോ പറയണമെന്നുള്ളത്. നമുക്ക് അപ്പൊ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊന്നും പറയാനോ അല്ലെങ്കിൽ ഇത് താമസിച്ചു പോയല്ലോ ഒന്നും പറയാനുള്ള സാധ്യതയൊന്നുമില്ല. കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് കോടതിയുടെ സമയമെടുത്ത് ആ വിധി പ്രസ്താവം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ ജാമ്യം സ്വാഭാവികമായിട്ടും ജാമ്യം അനുവദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ജാമ്യം തള്ളുകയാണെങ്കിലും അതിൽ ആപെക്സ് കോർട്ടിന്റെ പല വിധി പ്രസ്താവങ്ങളും കോട്ടിയൊക്കെ ചെയ്യേണ്ടി വരും. ഇത്തരം വിധി പ്രസ്താവങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വിധി എന്നൊക്കെ പറയേണ്ടി വരും. ഇപ്പോ 3-ാമത്തെ കേസിലാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കുന്നത്. ഇന്ന് 27-ാം തീയതിയാണ്. 27-ാം തീയതി എന്ന് പറയുമ്പോൾ രാഹുൽ ജയിലിലായിട്ട് റിമാൻഡിലായിട്ട് 17 ദിവസമാകുന്നു. 2-ാമത്തെ റിമാൻഡ് കാലാവധിയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. നാളെ ആകുമ്പോൾ 18 ദിവസമാണ്. 18-ാം ദിവസമെങ്കിലും രാഹുൽ ഇറങ്ങുമോ എന്നുള്ളതാണല്ലോ ചോദ്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങളിലേക്ക് പോയിരുന്നത് കൊണ്ട് ഞാൻ ഇനി അതിലേക്ക് വീണ്ടും അത് ആവർത്തിച്ചു പറയുന്നില്ല. എങ്കിലും പ്രധാനമായിട്ടും ഇത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം. പിന്നെ പ്രതിഭാഗത്തിന് ഈ കേസിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ, പരാതിക്കാരി ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. അവര് കാനഡയിൽ തന്നെ തുടരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഏതെങ്കിലും പരാതിയിൽ അവർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, അവരുടെ 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിട്ടില്ല, അതുപോലെ വൈദ്യപരിശോധന നടന്നിട്ടില്ല. അപ്പൊ ഒരു കേസിന്റെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട പല കാര്യങ്ങളും നടന്നിട്ടില്ല. അതിലൊക്കെ അടിമുടി ദുരൂഹതയുണ്ട് എന്ന നിലയിലൊക്കെയുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പൊ നിലവിൽ നമ്മൾ ഈ കേസ് നോക്കുമ്പോൾ അതിൽ പ്രതിഭാഗത്തിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാറിന്റെ വാദങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടി വരുന്നത്. അതുപോലെ പെൺകുട്ടിയാണ് ഈ തിരുവല്ലയിൽ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീടും 1.5 വർഷത്തിനൊക്കെ ശേഷം പെൺകുട്ടി കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിൽ ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് ജില്ലാ കോടതിയിൽ പ്രതിഭാഗം വാദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ടും പ്രതിഭാഗത്തിന്റെ വാദം കഴിഞ്ഞല്ലോ, പ്രതിഭാഗം കൃത്യമായിട്ടും ആ വാദമുഖങ്ങളാണ് നിരത്തിയത്. അപ്പൊ ബലാത്സംഗം നടന്നു എന്നാണ് പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടത്. ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് പ്രതിഭാഗം വാദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിലവിൽ നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് പ്രതിഭാഗത്തിന് കോടതിയെ ബോധിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. നമുക്കറിയാം, 1-ാമത്തെ കേസിൽ ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അവിടെ ബലാത്സംഗം നടന്നു എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഈ ജില്ലാ കോടതിയിൽ നിന്ന് നാളെ ഉണ്ടാകാനുള്ള വിധിയെയും പരിഗണിക്കേണ്ടി വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജില്ലാ കോടതിയിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരികയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുലർത്താൻ കഴിയുക. ഇനി അല്ല, ഇപ്പൊ ഏതെങ്കിലുമൊക്കെ അസാധാരണമായ സാഹചര്യം ഉണ്ടായി, ജില്ലാ കോടതി അങ്ങനെ ഒരു അധികാരം ഉപയോഗിക്കുന്നില്ല, അതിലെ ചില സംശയാസ്പദമായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ജില്ലാ കോടതി പറയുമോ നമുക്കറിയില്ല. പറയുകയാണെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും രാഹുലിന്റെ റിമാൻഡ് കാലാവധി നീളുമല്ലോ, രാഹുൽ ജയിലിൽ തന്നെ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മളൊരു 90% നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് ഈ 3-ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് മേഘ, അതായത് നാളെ ഹൈക്കോടതിയിൽ 2-ാമത്തെ കേസ് ഹൈക്കോടതിയിൽ വരുമ്പോ
അഡ്വക്കേറ്റ് എസ് രാജീവാണ് ഹാജരാകുന്നത്. ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് നോട്ട് ടു അറസ്റ്റ് അത് കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണിച്ചപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരുന്നു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ കേസിൽ നമുക്കറിയാം അത് ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തള്ളിയ കേസാണ് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിനാണ് വരുന്നത്. ആദ്യത്തെ കേസ് ആദ്യത്തെ പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്. ആ കേസിൽ ഈ ബലാത്സംഗം നിലനിൽക്കുന്നതിന് പ്രാഥമികമായി തെളിവില്ല എന്ന് ജില്ലാ കോടതി നിരീക്ഷിച്ച കേസാണ്. പക്ഷേ നിർബന്ധിത ഗർഭഛിദ്രം നടന്നു എന്ന് സംശയിക്കപ്പെട്ടുകൊണ്ട് മുൻകൂർ ജാമ്യം നിഷേധിച്ച കേസാണ്. ആ കേസിൽ നിർബന്ധിത ഗർഭഛിദ്രമല്ല നടന്നത് എന്നുള്ള വാദമായിരിക്കും പ്രധാനമായും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകനായ അഡ്വക്കേറ്റ് എസ് രാജീവ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉന്നയിക്കുക. അപ്പൊ അതില് നോട്ട് ടു അറസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ഒരു സാഹചര്യമുണ്ട്. അതിൽ നാളെ വിധി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉള്ള വിധി അത് രാഹുലിന് അനുകൂലമായിരിക്കും. രാഹുലിന് ആദ്യത്തെ കേസിൽ ഏറ്റവും സെൻസിറ്റീവായ ഒരു പക്ഷേ അല്ലെങ്കിൽ കൃത്യമായ ഫോളോ അപ്പ് നടക്കുന്ന അതിജീവിത തന്നെ കക്ഷി ചേർന്നിട്ടുള്ള ആദ്യത്തെ പരാതിയിലെ അതിജീവിത തന്നെ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അവരുടെ ഒരു അഭിഭാഷക സംഘം തന്നെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ മുൻകൂർ ജാമ്യം ലഭിക്കുകയോ അല്ലെങ്കിൽ നോട്ട് ടു അറസ്റ്റിൽ എക്സ്റ്റൻഷൻ കിട്ടി അത് വിധി പറയാൻ വേണ്ടി അടുത്ത ദിവസത്തേക്ക് മാറ്റുകയോ ചെയ്യും എന്നുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മേഘ, അതെ. അപ്പോൾ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞ വാദങ്ങളുണ്ടല്ലോ, ബലാത്സംഗം നടന്നിട്ടില്ല എന്നാണ് അഭിഭാഷകൻ വാദിക്കാൻ പോകുന്നത് എന്ന്. അത്തരത്തിലുള്ള ഈ വാദം ജയിക്കുകയാണെങ്കിൽ, അത് കോടതി പരിഗണിക്കുകയാണെങ്കിൽ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാകുക തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യാൻ പോവുക? അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ഇപ്പൊ ഒരു കേസുമായി ബന്ധപ്പെട്ട് കേസിൽ ജാമ്യം കിട്ടുന്നു. ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നു എന്ന് പറയുമ്പോഴും അതിന്റെ ഒരു പ്രാഥമികമായ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടുള്ള വാദമാണല്ലോ നടക്കുക. അല്ലാതെ പൂർണ്ണമായിട്ടും ഇതിന്റെ എല്ലാ തെളിവുകളും എല്ലാ സംഭവങ്ങളും എടുത്തു വെച്ചുകൊണ്ടുള്ള ഒരു വാദമല്ലല്ലോ ഇപ്പോൾ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ നടക്കുക. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാലും ഇപ്പൊ മൂന്നാമത്തെ കേസിലാണല്ലോ ജയിലിൽ കിടക്കുന്നത്. അതില് ജാമ്യം കിട്ടിക്കഴിഞ്ഞാലും ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി പുതിയ തെളിവുകളുണ്ട്, ഞങ്ങൾ പലതും എന്തായാലും കുറ്റപത്രം കൊടുക്കാതിരുന്നാലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സാധാരണഗതിയിൽ ഇപ്പൊ ഇത്രയും പൊളിറ്റിക്കലി സെൻസിറ്റീവ് കേസ് ആയതുകൊണ്ട് കുറ്റപത്രം കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ രാഹുൽ മഹാരാഷ്ട്രത്തിന് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നെ ആവശ്യമില്ലാതെ യവന്മാര് 18 ദിവസം പിടിച്ച് ജയിലിലിട്ടു അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇത്രയധികം ദിവസം പിടിച്ച് ജയിലിലിട്ടു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മഹാരാഷ്ട്ര കേസൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പൊ എന്ത് വില കൊടുത്തും അത് കുറ്റപത്രം സമർപ്പിക്കാനായിരിക്കും അന്വേഷണ സംഘം ശ്രമിക്കുക. അപ്പൊ അതിന്റെ ഒരു വിചാരണ വേളയിലൊക്കെ ആയിരിക്കുമല്ലോ അതൊക്കെ ഇനി നീണ്ടുപോകും. മാത്രമല്ല ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയ കേസായതുകൊണ്ടും അല്ലെങ്കിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയപ്പെടുന്ന കേസായതുകൊണ്ടും രാഷ്ട്രീയ നേതാവ് പ്രതിയായ കേസായതുകൊണ്ടും ഒക്കെ ഇനിയിപ്പോ ഒരു മിനിസ്ട്രി മാറി അടുത്ത മിനിസ്ട്രി ഒക്കെ വന്നാൽ നമുക്കറിയില്ല കേസ് എങ്ങനെ ഏത് നിലയ്ക്ക് ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നൊന്നും. അല്ലെങ്കിൽ പിന്നെ ഇത് മൊത്തം സെറ്റിലായി പോകുമോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ FIR ക്രാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതൊരു കാലതാമസം ഉണ്ടായാൽ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. പലതരത്തിൽ ഉള്ള വഴികളുണ്ട്. അപ്പൊ ക്രാഷ് ചെയ്യാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മഹാരാഷ്ട്രം കേസ് കൊടുക്കാനുള്ള സാധ്യത ഇല്ലാതാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഒന്നാമത്തെ വെച്ചാൽ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാവുന്ന ഒരു സാഹചര്യമാണോ? ഇപ്പൊ തന്നെ പ്രതിഭാഗം ഇന്നലെ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു. ഈ പ്രോസിക്യൂഷൻ പറയുന്നത് ഈ അതിജീവിതയെ അല്ലെങ്കിൽ പരാതിക്കാരിയെ അപായപ്പെടുത്താൻ വരെ ശ്രമിക്കാം ഇയാൾക്ക് ജാമ്യം കൊടുത്താൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പ്രതിഭാഗം ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് കാനഡയിലുള്ള അതിജീവിതയെ അല്ലെങ്കിൽ പരാതിക്കാരിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപായപ്പെടുത്തും എന്നൊക്കെ പറയുന്ന വാദങ്ങളൊക്കെ ബാലിശമല്ല. അയാൾക്ക് ജാമ്യം കൊടുക്കേണ്ടതാണ്. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ്. ഇതില് ഇങ്ങനെ കുറെ അധികം ഇപ്പൊ ലൂപ്പ് ഹോൾസ് ഉണ്ട്, സംശയത്തിന്റെ ആനുകൂല്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പലതരത്തിലുള്ള ഇത് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള കേസുകളൊക്കെ പരിഗണിച്ച് ഇന്ന കേസില് ഇന്നയാൾ വേഴ്സസ് ഇന്നയാൾ അനദർ എന്നൊക്കെ പറഞ്ഞ കേസുകൾ ഇപ്പൊ ഈ അങ്ങനെ ഉള്ള കേസുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അതിലൊക്കെ ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജാമ്യം കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിൽ ജാമ്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ള അല്ലെങ്കിൽ ജാമ്യം തള്ളിയിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ജില്ലാ കോടതി ഏതായാലും ജാമ്യാപേക്ഷയിലെ വിധി എഴുതുക. അപ്പൊ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കാവുന്ന ഒരു സാഹചര്യമാണെന്ന് തോന്നിയാൽ അയാൾക്ക് ജാമ്യം കൊടുത്തതുകൊണ്ട് ഇനിയിപ്പോ കേസിന്റെ വിചാരണയും അതിന്റെ ആ മെറിറ്റും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇത് ജാമ്യം കൊടുത്തത് കൊണ്ട് ഇയാൾ പുറത്തു പോയിട്ട് തെളിവ് നശിപ്പിക്കുന്നു അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കുന്നു, പരാതിക്കാരിയെ അപകീർത്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അപായപ്പെടുത്തുന്നു അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ നിലനിൽക്കുമോ എന്നുകൂടി നോക്കിയിട്ടാകും
കോടതി ജാമ്യം കൊടുക്കുക. അല്ലാതെ പൂർണ്ണമായിട്ടും കോടതി അങ്ങ് ബലാത്സംഗ പരാതിക്ക് ചിലപ്പോ ജില്ലാ കോടതി പറഞ്ഞതുപോലെ ചിലപ്പോൾ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ. നമുക്ക് നാളെ അതിന്റെ വിധി പ്രസ്താവം കയ്യിൽ കിട്ടിയ ശേഷം മാത്രമേ അതെ നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു മേഘ. അതെ. അപ്പോൾ ഇപ്പോഴും ബാക്കിയുള്ള സംശയം ഇതാണ്. ഇപ്പോൾ രാഹുൽ തെറ്റുകാരനാണെന്ന് പലരും പറയുമ്പോഴും ഈ വീഡിയോകൾക്ക് താഴെയും അല്ലാതെയും ഒക്കെ രാഹുലിന് കിട്ടുന്ന ഒരു ജനപിന്തുണയുണ്ടല്ലോ. എല്ലാവരും രാഹുൽ മോൻ എപ്പോഴാ പുറത്തിറങ്ങുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ജനസമ്മതി ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? മേഘ, അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ 3 കേസുകളാണല്ലോ. നമ്മൾ ഈ 3 കേസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുസമൂഹം പ്രധാനമായിട്ടും ചോദിക്കുന്നത്, അപ്പൊ നമ്മളോട് തന്നെ നേരിട്ട് സംസാരിക്കുന്ന പല സ്ത്രീകൾ, നേരിട്ടെന്ന് പറയുമ്പോൾ മെസ്സേജുകളിലൂടെയൊക്കെ സംശയങ്ങൾ ചോദിക്കുന്ന സ്ത്രീകൾ പ്രധാനമായിട്ടും ചോദിക്കുന്നവരുടെ ഒരു വികാരം, ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിവാഹിതനാണ്. പരാതിക്കാരായ 2 സ്ത്രീകൾ, ആദ്യത്തെ കേസിലെയും 3ാമത്തെ കേസിലെയും സ്ത്രീകൾ വിവാഹിതരാണ്. എന്തിനാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആകൃഷ്ടനാകുന്നത്? അപ്പൊ ഞങ്ങളുടെയൊക്കെ കാലത്ത് അവർ പറയാണ്, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾക്ക് അങ്ങനെ പലരോടും ഈ ആരാധനയും സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പും തോന്നിയിട്ടുണ്ട്, ശേഷവും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിൽ വെച്ചിരിക്കുകയേ ഉള്ളൂ. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോകും, അല്ലെങ്കിൽ അത്രയും വലിയ ജീവൻ നഷ്ടത്തെക്കാൾ വലിയ മാനഹാനിയാണത്. എന്നാൽ ഈ കാലം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സ്ത്രീകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അതിജീവിതമാരുടെയൊക്കെ പ്രായമുള്ള സ്ത്രീകൾ പോലും, അതിജീവിതമാരെന്ന് പറയുന്ന അല്ലെങ്കിൽ പരാതിക്കാരുടെ പ്രായമുള്ള സ്ത്രീകൾ പോലും ഇങ്ങനെ അത്തരം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതില് നടപടിക്രമങ്ങളില് നമുക്കറിയാലോ, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു, KPCC പ്രസിഡന്റിന് പരാതി കൊടുക്കുന്നു. അപ്പൊ ഇത്തരം പീഡന കേസുകളെല്ലാം, ആർക്കെതിരെയുള്ള പീഡന കേസുകളും, കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കുമെതിരെയുള്ള പീഡന കേസുകൾ, ഇതിൽ എത്രയോ ക്രൂരമായ കേസുകൾ നടക്കുന്നു. അതിലെല്ലാം ഇങ്ങനെയാണോ പരാതി കൊടുക്കുന്നത്? മുഖ്യമന്ത്രി നേരിട്ടാണോ അന്വേഷണത്തിന് ഉത്തരവിടുന്നത്? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. പിന്നെ 3ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം രാഹുലിനെ ജയിലിൽ ഇടാൻ വേണ്ടി നടത്തിയ പരിപാടിയാണ് എന്ന് പരാതിക്കാരി നാട്ടിലെത്തിയിട്ടില്ല. നേരിട്ട് പരാതിയുമായിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുന്ന നൂറുകണക്കിന് സ്ത്രീകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഉള്ളപ്പോഴാണ് ഇമെയിലിലൂടെ വന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുന്നത്. അപ്പൊ അതടക്കമുള്ള കാര്യങ്ങളിൽ പൊതുസമൂഹത്തിൽ നല്ലൊരു വിഭാഗത്തിന് വലിയ രോഷമുണ്ട്. അപ്പൊ അവരൊക്കെ ഇത് രാഹുലിനെതിരായ കേസുകൾ, പരാതികളൊക്കെ കള്ള കേസുകളാണോ എന്ന് അവർക്ക് വലിയ സംശയമുണ്ട്. അതുപോലെ ഓരോ തരത്തിലും ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വെളിപ്പെടുത്തലുകൾ, ഇപ്പൊ ആദ്യം ഈ കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ഒരു സിനിമാ താരം എന്നൊക്കെ പറയുന്ന, സ്വയം പറയുന്ന താരമുണ്ടല്ലോ, ആ താരം കഴിഞ്ഞ ദിവസം അവരുടെ 1-2 ഈ സോഷ്യൽ മീഡിയ ക്ലിപ്പുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. പെൺകുട്ടികൾ ഈ റൂമിലേക്ക് വരുന്നത് ഒന്ന് ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, എന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പലതരം വൈരുദ്ധ്യങ്ങളുണ്ട്. അങ്ങനെ ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനുമാണെങ്കിൽ പെൺകുട്ടികൾ ഹോട്ടലിലേക്ക് പോകുന്നതിൽ കുറ്റം തെറ്റില്ല എന്നാണോ? അങ്ങനെ പോയിട്ട് ഈ പറയപ്പെടുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പോയ ശേഷം പിന്നെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്നത്, അത് പിന്നീട് ഇവർ തമ്മിലുള്ള റിലേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രാഹുലിനെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഇപ്പൊ ആദ്യം ഈ ആക്ഷേപം ഹൂ കെയേഴ്സ് ചോദിച്ച പെൺകുട്ടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോ പറയാറുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടൽ എന്റെ ഫ്രണ്ട് ആണെന്ന്, അയാളൊരു ഹീറോ ആണെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ക്ലിപ്പുകളൊക്കെയാണ് ഇങ്ങനെ പറന്നു നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറക്കുമ്പോ, അതുപോലെ ഈ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വെളിപ്പെടുത്തൽ, ഈ സിനിമാ നടി, ഈ പരാതിക്ക് ആദ്യം ആക്ഷേപം ഉന്നയിച്ച പെൺകുട്ടി പാതിരാത്രി 12 മണിക്ക് രാഹുലിനെ വിളിച്ചിട്ട് പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞിരുന്നു, വീഡിയോ കോൾ വിളിച്ചിരുന്നു എന്നൊക്കെയുള്ള. അപ്പൊ അപ്പൊ അതിനൊന്നും മറുപടിയില്ല. മറുപടി പറഞ്ഞിട്ട് ആരും രംഗത്ത് വന്നിട്ടുമില്ല, അല്ലെങ്കിൽ ശ്രീനയ്ക്കെതിരെ മാനനഷ്ട കേസുമായിട്ടൊന്നും വന്നിട്ടില്ല. പൊതുസമൂഹത്തിന് കൃത്യമായിട്ടും ഈ 3 കേസുകളാണല്ലോ ഇപ്പൊ നിലവിലുള്ളത്. 3 കേസുകളാണ്. കോൺഗ്രസിന് അറിയാം കോൺഗ്രസിന്റെ കയ്യിലുള്ള പരാതികൾ എത്രയാണ്, അത് കോൺഗ്രസ് പാർട്ടിക്കും അവർക്ക് മാത്രമേ അറിയൂ. പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ള പരാതികളിൽ ഇത് എത്രയൊക്കെ എടുത്ത് ചാനലുകൾ ചർച്ച ചെയ്തിട്ടും ഇത് ഉള്ളി തൊലിച്ചതുപോലെയുള്ള കാര്യങ്ങളാണെന്നും, ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അത് അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനെ വിവാഹിതരായ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് പോയതാണെന്നൊക്കെയുള്ള പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അതാണ് അവര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും അവര് നമ്മുടെ ഇത്തരം വീഡിയോകളുടെ താഴെ ഇടുന്ന കമന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായിട്ടും സംശയത്തിന്റെ ഒരു ആനുകൂല്യം, അല്ലെങ്കിൽ ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെയുള്ള കുറെ കേസുകൾ കൊണ്ടുവന്നുകൊണ്ട് കുടുക്കാനുള്ള, അയാളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പ്രത്യേകിച്ചും പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേരിയുടെ ഭാഗമായി നടക്കുന്നത് എന്ന് പൊതുസമൂഹത്തിൽ ഒരു വിഭാഗത്തിന് കൃത്യമായും സംശയമുണ്ട് മേഘ. അതെ. അപ്പോൾ നാളെ എന്ന് പറയുന്ന ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്.
ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലായി വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.